റോഡ് പണിയുടെ മുന്നറിയിപ്പ് ബോർഡ് ദേഹത്ത് വീണ് സാരമായി പരിക്കേറ്റ വിരുപാക്ക സ്വദേശികളായ 2 ബൈക്ക് യാത്രികർ 1 മാസമായി കിടപ്പിലായിട്ടും ബന്ധപ്പെട്ടവർ ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. വിരുപാക്ക സേവൻകുഴി സിദ്ദിഖിന്റെ മകൻ സിറാജ്, കാക്കിനിക്കാട് മാടമ്പാട്ട് അനീഷ് എന്നിവരാണ് സ്വന്തം വീടുകളിൽ ശരീരം അനക്കാനാവാതെ കിടക്കുന്നത്. ഫെബ്രുവരി 17-ന് പന്നിത്തടം കേച്ചേരി റോഡിലെ ഇയാൽ പാടത്ത് വെച്ചാണ് ഇരുവരും സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ കരാറുകാരൻ സ്ഥാപിച്ച വലിയ ഇരുമ്പ് ബോർഡ് ശക്തമായ കാറ്റിൽ ഇവർ സഞ്ചരിച്ച ബൈക്കിലേക്ക് വീഴുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ 2 പേരും സമീപത്തെ 4 അടി താഴ്ചയുള്ള പാടത്തേക്ക് മറിഞ്ഞു. ഉടൻ അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിറാജിന്റെ ഇടുപ്പിലെ 2 എല്ലുകളും ഇടത് കൈ എല്ലും പൊട്ടിയതിനാൽ വീട്ടിൽ കട്ടിലിൽ നിന്ന് ഇളകാതെ കിടക്കാൻ നിർദ്ദേശിച്ച് 2 ദിവസത്തിനു ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. തോളെല്ല് പൊട്ടിയ അനീഷിനും കിടപ്പ് ചികിത്സ തന്നെയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. സംഭവം നടന്ന് 2 ആഴ്ച കഴിഞ്ഞാണ് കുന്നുകുളം പോലീസ് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്താൻ പോലും എത്തിയതത്രേ. ഇതേവരെ ഉത്തരവാദികൾക്കെതിരെ കേസെടുക്കാനും പോലീസ് തയ്യാറായിട്ടില്ല. 6 മാസത്തോളം ഇളകാതെ കിടക്കാനാണ് സിറാജിനോട് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. വരുമാനം നിലച്ചതോടെ ഭാര്യയും 2 കുഞ്ഞുമക്കളും മാതാപിതാക്കളും അടങ്ങിയ സിറാജിന്റെ കുടുംബം ദുരിതത്തിലായി. പിതാവ് സിദ്ദിഖിന്റെ പെൻഷൻ കൊണ്ടാണ് ഇപ്പോൾ കുടുംബം കഴിയുന്നത്. റോഡ് പണി ഏറ്റെടുത്ത കരാറുകാരനോ PWD അധികൃതരോ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് സിറാജ് പറഞ്ഞു. നീതിക്ക് വേണ്ടി പോരാടുന്ന ഈ യുവാക്കൾക്ക് എല്ലാവിധ സഹായവുമായി DCC സെക്രട്ടറി PJ രാജു, യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സന്തോഷ് വിളമ്പത്ത്, വിരുപാക്ക ബൂത്ത് പ്രസിഡന്റ് VJ ജമാൽ എന്നിവർ സിറാജിനെ സന്ദർശിച്ചു. നീതി ലഭിക്കും വരെ സിറാജിന് എല്ലാവിധ പിന്തുണയും നേതാക്കൾ അറിയിച്ചു. എൻ്റെ പേര് സിറാജ്. ഞാൻ വിരുപ്പാക്കയിലാണ് എൻ്റെ സ്വദേശം. ഞാൻ ചെറിയൊരു ഇൻസ്റ്റാൾമെന്റ് കച്ചവടക്കാരനാണ്. അപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് ഞാനും എൻ്റെ ജോലിയിൽ പങ്കെടുത്തിരിക്കുന്ന അനീഷ് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്. ആളും കൂടിയിട്ട് പന്നിത്തടം കേച്ചേരി റൂട്ടിലൂടെ ബൈക്കിൽ സഞ്ചരിക്കവേ അവിടെ റോഡ് പണിക്കായിട്ട് വെച്ചിരുന്ന സുരക്ഷാ ബോർഡുകളിലൊരു ബോർഡ് കാറ്റത്ത് ശക്തിയായിട്ട് എൻ്റെ ബൈക്കിലേക്ക് വീഴുകയും ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഞാൻ തൊട്ടടുത്തുള്ളൊരു പാടത്തേക്ക് മറിയുക ചെയ്ത്. പാടത്ത് നമുക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടാകും റോഡ് പണിയായി ബന്ധപ്പെട്ട്. അതിലേക്ക് മറിഞ്ഞ് വീണ് എൻ്റെ ഇടുപ്പിൻ്റെ എല്ല് 2 സ്ഥലത്ത് പൊട്ടിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ കൂടുള്ള ആൾക്ക് വാരിയല്ലുകൾ പൊട്ടുകയും കയ്യിന് ഫ്രാക്ചർ ഉണ്ടാവുകയും ചെയ്തു. എൻ്റെയും കയ്യിൻ്റെ കുഴ തെറ്റിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നാട്ടുകാരൊക്കെ കൂടിയിട്ട് ആംബുലൻസിലാണ് ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അവിടെ എത്തിച്ച് 2 ദിവസം ICUലായിരുന്നു. ICUയിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരാഴ്ചയോളം അവിടെ കിടന്നിട്ടാണ് നമ്മളെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പൊട്ടലുകൾ കൂടുതലുണ്ടെങ്കിൽ കൂടി നമുക്കത് മൂവ് ചെയ്യാത്തതുകൊണ്ട് നമുക്കത് സർജറി വേണ്ട, പക്ഷെ ഫുള്ള് റെസ്റ്റ് വേണമെന്നുള്ളൊരു രീതിയിൽ നമ്മൾ 2 ആളിനെയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇന്നേക്കിപ്പോൾ 1 മാസമാകാൻ പോവാണ്. ഈ 1 മാസമായിട്ടും നമുക്ക് ഇതിന് ബന്ധപ്പെട്ടിട്ടുള്ള അധികാരികളോ ആരെങ്കിലും കോൺട്രാക്ടറോ എഞ്ചിനീയറോ ഒരാൾ നമ്മളായിട്ട് ബന്ധപ്പെടുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാൾമെന്റ് കച്ചവടം ആയതുകൊണ്ട് അത് കളക്ഷൻ ബേസിലാണ് നമ്മൾ പിരിവ് പോയിട്ടാണ് നമ്മൾ ആ കാശ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേറൊരാളെ ഏൽപ്പിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കൂടെയുള്ള ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പുള്ളിക്ക് ഹോസ്പിറ്റൽ ഡിസ്ചാർജിന് വേണ്ടിയിട്ട് പല സംഘടനകളും ക്ലബ്ബുകളും ബന്ധപ്പെട്ടിട്ടാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ വീട്ടിലായാലും എൻ്റെ വാപ്പാടെ പെൻഷൻ കാശ് കിട്ടുന്നത് കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അല്ലാതെ തന്നെ എനിക്ക് പേഴ്സണലായിട്ടുള്ള പല ബാധ്യതകളും ഉണ്ട്. ഇതെല്ലാം നിലച്ചൊരവസ്ഥയിലാണ്. അതിന് ഡോക്ടർമാർ എന്നോട് 4-5 മാസത്തെ റെസ്റ്റാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിൽ പോലും ഒരു ആളും ബന്ധപ്പെട്ട അധികാരികൾ ആരും എന്നും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് ശരിക്കുള്ള ഒരു വാസ്തവമായിട്ടുള്ള കാര്യം. ഞാനിപ്പോൾ ഈ കിടപ്പ് കിടക്കുന്നത് 1 മാസമായി. ഇനിയും എത്ര മാസം ഇങ്ങനെ കിടക്കണം എന്നുള്ളത് ഇനി അടുത്ത മാസം 2-ാം തീയതി ഡോക്ടറെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ അറിയുള്ളൂ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനോ രാവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും മറ്റുള്ള എൻ്റെ ഭാര്യയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും ദുരിതം പിടിച്ചൊരവസ്ഥയിലാണ് ഇപ്പോൾ കടന്നുകൊണ്ട് പോയിരിക്കുന്നത്.